ഇന്ന് ജസ്റ്റ് ഒരു അപ്ഡേഷൻ വീഡിയോ ആണ്. ഈ ടൈപ്പ് സാരീസ് നമ്മൾ ലാസ്റ്റ് വീക്ക് ചെയ്തിരുന്നു. അപ്പം ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട് സാരീസ് നമ്മൾ റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ആ ഒരു വർക്കിൽ ചെറിയൊരു ഡിഫറൻസിലാണ് സാരീസ് വന്നിരിക്കുന്നത്. കളർ പാലറ്റ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ഒരു വർക്ക് വെയർ സാരീസ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്യാവുന്ന സാരീസ് ആണ്. ഫസ്റ്റ് സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ബ്രൗൺ ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. അതിൽ ബോഡി കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ്. ത്രെഡ് എംബ്രോയിഡറി നല്ലൊരു ലഹരിയ പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരുന്നത്. അതേ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണിയും വരുന്നത്. ഇതാണ് ഒരു വർക്ക് വരുന്നത് ബോഡിയിൽ. നല്ലൊരു ലഹരിയ ഡിസൈൻസിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചൊരു വോയിസ് ഡിസ്റ്റർബൻസ് കാണും കേട്ടോ വീഡിയോയിൽ. അപ്പറും ലോവറും ഇതേ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് എൻറ്റയർ സാരിയിലും ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. നമ്മൾ പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ എല്ലാ സാരിക്കും വരുന്ന പോലെ തന്നെ ആ ലോവർ പോർഷനിലായിരിക്കും വർക്ക് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് മുകൾ ഭാഗം വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും. മുന്താണി സെയിം പാറ്റേൺ. അതേ ആ ബോർഡറും പല്ലും എല്ലാം ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ വന്നിട്ട് അതേ സ്റ്റൈലിൽ റണ്ണിങ് ബ്ലൗസും വരുന്നുണ്ട്. ബോർഡർ പല്ലു ബ്ലൗസ് എല്ലാം ഫ്ലോറൽ ഡിസൈൻസ്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ്. ഒരു ബോട്ടിൽ ഗ്രീന്റെയും ഒലിവ് ഗ്രീന്റെയും ആ ഒരു ഇടയ്ക്ക് വരുന്ന നല്ലൊരു ഷെയ്ഡാ സാരി വരുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ബോർഡർ ഫ്ലോറൽ ഡിസൈൻസ് പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു പേർഷ്യൻ റോസ് ആണ്. വടമുല്ല കളർ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് പല്ലു ആൻഡ് ബോർഡർ. നല്ലൊരു ബ്ലൂ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. ബ്ലൂയിലും അതേ സ്റ്റൈലാണ്. ഒരു ത്രെഡ് വർക്ക് ആണ്. ബോഡി കംപ്ലീറ്റ് ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത്. ഒരു ലഹരിയ ഡിസൈൻ ഒരു ഡയഗണൽ പാറ്റേണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ പാറ്റേണിൽ ഈ ഒരു സ്റ്റൈലുള്ള വർക്ക് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസിനുള്ള ബോർഡർ മുന്താണി സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് കളർ പെൻസിൽ ഗ്രേ ആണ് സാരി. പെൻസിൽ ഗ്രേയിലും അതേ സ്റ്റൈലിൽ തന്നെ എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ. ഡിസൈൻ മാറുമ്പോൾ ഞാൻ ക്ലോസിൽ കാണിക്കാം. ഇതിപ്പോൾ അതേ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന വർക്ക്. ഫ്ലോറൽ ഡിസൈൻസ് സെയിം സ്റ്റൈൽ. മുന്താണിയിലും ബോർഡറിലും ബ്ലൗസിലും ഇതേ ഫ്ലോറൽ പാറ്റേൺ തന്നെ ആയിരിക്കും വരിക. അടുത്ത സാരി ഡിസൈൻ മാറിയിട്ടുണ്ട്. ഫാബ്രിക്കും പാറ്റേണും എല്ലാം സെയിം തന്നെയാണ്. നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ ബോഡി വരുന്ന. ബേബി പിങ്കിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ആ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഞാൻ കാണിക്കാം ക്ലോസറിൽ കണ്ടോ കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും രണ്ട് സൈഡിൽ ബോർഡർ വരുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോർഡറും മുന്താണിയും വരുന്നത്. ബോഡി കളർ ബേബി പിങ്കിൽ ഈ ഒരു ബേജ് ടോണിലുള്ള ത്രെഡ് വർക്ക് ആണ്. ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ബോഡിയിൽ. നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഈ ഒരു ലീഫ് പാറ്റേണിലുള്ള ആ ഒരു സ്റ്റെമ്മും ആ ഒരു സ്റ്റൈലിലായിരിക്കും ഡയഗണൽ പാറ്റേണിൽ തന്നെ വരിക. ബോർഡർ പറയുകയാണെങ്കിൽ ബോർഡർ മുന്താണി ഈ ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെ വരും. ഒരു സോഫ്റ്റ് ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. ആ ഒരു ബോർഡർ വരുമ്പം ഒരു പേർപ്പിൾ ആണ് വരുന്നത്. ലൈറ്റ് പേർപ്പിൾ ടോണിലായിരിക്കും വരുന്നത്. ബ്ലൗസ് പല്ലുവിന്റെ അതേ ഡിസൈനിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വീണ്ടും ആ ഒരു ഒലിവ് ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. ഒലിവ് ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ കോൺട്രാസ്റ്റ് ബോർഡർ വർക്ക് സെയിം പാറ്റേൺ ആട്ടോ. ഇതിന് മുൻപ് കാണിച്ച ബേബി പിങ്കിന്റെ തന്നെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അതേ ആ ഒരു ത്രെഡ് വർക്ക് ആണ് ബോഡി കംപ്ലീറ്റ് വരിക. ആ ഒരു ബോർഡറിന്റെ ഡീറ്റെയിലിംഗിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ ബ്ലൂ ആണ്. ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിലാണ് ബോഡി വരുന്നത്. നല്ലൊരു പൗഡർ ബ്ലൂവിൽ വന്നിട്ട് ഒരു ടോൺ ഡാർക്കർ ആയിട്ടായിരിക്കും ഒരു ബോർഡർ വരുന്നത്. ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലായിരിക്കും ബോർഡറും മുന്താണിയും വന്നിട്ട് സെയിം അതേ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ്. ഗ്രേയുടെ തന്നെ ഡിഫറെന്റ് ടോൺ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. ബോഡി വരുന്ന ലൈറ്റ് ഗ്രേയിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബീച്ച് ടോണിൽ തന്നെ ആയിരിക്കും കേട്ടോ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല പാറ്റേൺ ആണ്. ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോർഡർ മുന്താണി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നോൺ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ ആണ് സാരി വരുന്നത്. ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. പ്രൈസ് റേഞ്ച് ആണെങ്കിലും വളരെ അഫോർഡബിൾ ആയിട്ട് വന്നിരിക്കുന്ന വർക്ക് വെയർ കളക്ഷൻസ് ആണ്. അടുത്ത കളർ വീണ്ടും ആ പേർഷ്യൻ റോസ് തന്നെ സാരി വന്നിരിക്കുന്നത്. ഡിസൈൻ മാറിയിട്ടുണ്ട്. ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിലാണല്ലോ ഒരു ബോർഡർ വരുന്നത്. ആ ഡിസൈന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആ ഒരു വർക്ക് വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരിക സാരിയിൽ. നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് സാരിയിൽ ബോഡിയിൽ വരിക. ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. രണ്ട് സൈഡും അപ്പറും ലോവറും മുന്താണി ബ്ലൗസ് എല്ലാം ഇതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെ ആയിരിക്കും വരിക. ബോഡിയിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കും സാരി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. നോൺ ട്രാൻസ്പെറന്റ് ആണ്. വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതെല്ലാം മെയിൻ ഹൈലൈറ്റ് സാരിയുടെ. ഇതാണ് സാരിയുടെ ഒരു ബ്ലൗസ് വരുന്ന ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും. ബോർഡർ ബോഡി ബ്ലൗസ് എല്ലാം ഒരേ പാറ്റേണിലായിരിക്കും വരുന്നത്. അതെല്ലാം നമുക്ക് ആ ഒരു പ്ലെയിൻ കളറിലെ ബ്ലൗസ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബോഡി കളറിലെ ബ്ലൗസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും സാരിക്ക്. നെക്സ്റ്റ് കളർ സെയിം വർക്ക് എല്ലാം സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ത്രെഡ് വർക്ക് എല്ലാം അതേ പാറ്റേൺ തന്നെ വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻസ് നല്ലൊരു ബ്ലൂ ആണ് സാരി വന്നിരിക്കുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക്. ഒരു ലൈറ്റ് ബ്രൗൺ ടോണിലാണ് സാരി. സെയിം അതേ പാറ്റേൺ. ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്താൽ ഇത് മേളി വന്നിരിക്കുന്നത് കേട്ടോ. ഇതായിരിക്കും പ്ലീറ്റ്സിന്റെ പോർഷനിൽ ലോവർ ഏരിയയിലായിരിക്കും വരിക. അപ്പോൾ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. ആ ഒരു മുന്താണിയുടെ പാറ്റേണിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ലാസ്റ്റ് സാരിയാണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആയിരുന്നു സാരിയുടെ ഫാബ്രിക് വന്നത്.
ഒരു പെൻസിൽ ഗ്രേ ടോണിലാണ് വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ ആണ്, ത്രെഡ് എംബ്രോയിഡറി വരുന്നത്, സെയിം സ്റ്റൈൽ, ഫ്ലോറൽ ഡിസൈൻസിലുള്ള ബോർഡർ, പല്ലു ആൻഡ് റണ്ണിങ് ബ്ലൗസ്.